ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്ത്. സംസ്ഥാനത്ത് ആദ്യമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ESI ആനുകൂല്യം ലഭ്യമാകുന്ന അംഗത്വ കാർഡ് അങ്കമാലി ചെയർമാൻ മാത്യു തോമസ് വിതരണം ചെയ്തു. പരിമിത വരുമാനക്കാരായ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പരിധിയില്ലാത്ത ആരോഗ്യ ഇൻഷുറൻസ് സംരക്ഷണം നൽകുന്ന ഈ പദ്ധതി സംസ്ഥാനത്തിന് മുഴുവൻ മാതൃകയാണെന്ന് ചെയർമാൻ അറിയിച്ചു. ചെയർമാൻ മാത്യു തോമസ് നേതൃത്വം നൽകുന്ന ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ മറ്റു നഗരസഭകൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന അനേകം പദ്ധതികളാണ് അങ്കമാലി നഗരസഭയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട് സേവനമനുഷ്ഠിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ നിരന്തരമായ ഒരാവശ്യമായിരുന്നു ഈ ആരോഗ്യ പരിരക്ഷാ പദ്ധതി. 42 തൊഴിലാളികളാണ് നഗരസഭാ പരിധിയിൽ ഇത്തരത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇലക്ട്രോണിക് മാലിന്യം, കുപ്പിച്ചില്ല്, ചെരുപ്പ്, ബാഗ് തുടങ്ങിയ മാലിന്യങ്ങൾ വീട് വീടാന്തരം കയറിയിറങ്ങി ശേഖരിച്ച് മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് തരം തിരിച്ചതിനു ശേഷം സർക്കാർ അംഗീകാരമുള്ള ഏജൻസികൾക്ക് കൈമാറി നഗരത്തെ മാലിന്യമുക്തമാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളായ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആശ്വാസകരമാവുന്ന ഈ പദ്ധതി തൊഴിലാളി ദൗർലഭ്യം നേരിടുന്ന ഈ മേഖലയ്ക്ക് ഉണർവേകുന്നതാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഡിജിറ്റൽ രൂപത്തിൽ നടപ്പിലാക്കിയതും അങ്കമാലി നഗരസഭയാണ്. അങ്കമാലി നഗരസഭയിലെ മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങളെയും എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന സുദിനമാണിന്ന്. നഗരസഭയിലെ 42 ഹരിതകർമ്മ സേനാംഗങ്ങളെയും ESI പരിധിയിൽ കൊണ്ടുവരികയും അവർക്കെല്ലാവർക്കും ഇന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു. നഗരം വൃത്തിയാക്കുന്നതിന് രാപകലില്ലാതെ പണിയെടുക്കുന്നവരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. നിരവധിയായ രോഗങ്ങൾ അവർക്ക് വരുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഭാരിച്ച ചികിത്സാ ചെലവ് വഹിക്കുവാനുള്ള ശേഷി അവർക്കില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നഗരസഭ അവരെ ESI പരിധിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അങ്കമാലി നഗരസഭ കേരളത്തിൽ ആദ്യമായി ഹരിതകർമ്മ സേനയെ ഡിജിറ്റലൈസ് ചെയ്ത നഗരസഭയാണ്. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി ഹരിതകർമ്മ സേനാംഗങ്ങളെ ESI പരിധിയിൽ കൊണ്ടുവരുന്നതും അങ്കമാലി നഗരസഭയാണ്. അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയത് നഗരസഭാ സെക്രട്ടറിയും ഹെൽത്ത് വിഭാഗത്തിലെ ജീവനക്കാരുമാണ്. അതിന് നേതൃത്വം കൊടുത്തത് എൻ്റെ സഹപ്രവർത്തകരായ വൈസ് ചെയർമാനും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരാണ്. അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്.
സിനി മനോജ് അംഗത്വ വിതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ TY ഏലിയാസ്, ജാൻസി അരീക്കൽ, ജസ്മി ജിജോ, ലെക്സി ജോയ്, റോസ്ലി തോമസ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, കൗൺസിലർമാരായ ബാസ്റ്റൻ ഡി പാറയ്ക്കൽ, ജിത ഷിജോയ്, സന്ദീപ് ശങ്കർ, ലിസി പോളി, ലില്ലി ജോയ്, രജനി ശിവദാസൻ, ലേഖ മധു, മോളി മാത്യു, ഗ്രേസി ദേവസി, സരിത അനിൽകുമാർ, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, ആരോഗ്യ വിഭാഗം ജീവനക്കാരായ അനിൽ R, പ്രകാശ് സക്കറിയ, VV സണ്ണി, P ശശി, ശാലിനി ബിജു, ലിനി രാജേഷ്, മഞ്ജുഷ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമ്മ്യൂണിറ്റി ചെയർപേഴ്സൺ ലെക്സി ജോയി, സെക്രട്ടറി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ റോസ്ലി തോമസ്, ജസ്മി ജിജോ, ജാൻസി അരീക്കൽ, ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗം ശ്രീ റീത്ത പോൾ, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ TY ഏലിയാസ്, ശ്രീ കൗൺസിലർ HS, കൗൺസിൽ അംഗങ്ങളായ ബാസ്റ്റൻ ഡി പാറയ്ക്കൽ, ജിത ഷിജോയി, സന്ദീപ് ശങ്കർ ഉൾപ്പെടെ സന്നിഹിതരായിട്ടുള്ള ജീവനക്കാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഹരിതകർമ്മസേന കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ 45 പേരുണ്ടായിരുന്നു, പിന്നെ അത് 20 പേരായി ചുരുങ്ങിയെങ്കിലും ഇപ്പോൾ 42 എത്തി നിൽക്കുകയാണ്. നമ്മുടെ ചേച്ചിയുടെ മരണം നമുക്ക് ഉണ്ടാക്കിയ ആഘാതം, കാരണം ഒത്തിരിയേറെ നാളുകൾ ചിരിച്ച് കളിച്ച് സന്തോഷപൂർവ്വം നമ്മളുടെ കൂടെ ആയിരുന്ന ആള് പെട്ടെന്ന് അസുഖബാധിതയായി ആ കുടുംബത്തിന് താങ്ങാവുന്നതായിരുന്നില്ല. അത് നമുക്ക് നേരിട്ടറിയാവുന്ന ഒരു കുടുംബം. നിങ്ങൾ തന്നെ പലപ്പോഴും അവരെ സഹായിച്ചു, പക്ഷെ ആ സഹായത്തിനപ്പുറമായിരുന്നു അവരുടെ കടങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. ഒരു നാട് ഒന്നടങ്കം അവർക്ക് സഹായമായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ വേദന നികത്തുവാനായിട്ട് എനിക്ക് തോന്നുന്നതെങ്കിലും നമുക്കായിട്ടില്ല. ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുള്ളതാണ്. കാരണം ഇങ്ങനെ എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഒരു ആശുപത്രി കാര്യം വന്നു കഴിഞ്ഞാൽ, ഒരു ചെറിയ പനി വന്നാൽ പോലും സ്വകാര്യ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ 2000 രൂപ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല. മറ്റ് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തേതുപോലെയല്ല, പാക്കേജാണ്. ഒരു ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ പാക്കേജാണ്. 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ കൊടുത്താലാണ് ചികിത്സ ഭേദമാക്കി നമുക്ക് പോരാൻ കഴിയുള്ളൂ. വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായും ഇതിനുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോലെയുള്ള ESI അത് ആർക്കും ഉപയോഗിക്കാൻ പറ്റാതിരിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. പരിശോധനയിൽ എനിക്ക് എൻ്റെ ഹാർട്ട് നിന്നുപോയി, ഞാൻ മരിച്ചാണ് വീടിയെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ആ ലക്ഷണങ്ങളൊക്കെ ആയിരുന്നു.
ദൈവാധീനം കൊണ്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ എന്നെ പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തിച്ചു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ എൻ്റെ പേര് നടത്തിയ പ്രത്യേക പരിശോധനയിൽ എൻ്റെ ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല, ഹാർട്ട് നിന്നുപോയി, ഇനിയും നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു മെഷീൻ ഫിറ്റ് പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് ESIയുടെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. വലിയ അനുഭവമായിട്ട് മാറും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കാര്യം ഞാനിപ്പോൾ ഒരു അവസ്ഥയിലാണ്. എന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇത് എത്ര രൂപയാവും, പേസ് മേക്കർ വെക്കണമെന്ന് പറയും. പേസ് മേക്കർ വെക്കണമെന്ന് പറയുമ്പോൾ എത്ര രൂപയാവും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിനും ഒരുപാട് പൈസയാവും, ഒരു 3-5 ലക്ഷം രൂപയുടെ അടുത്ത് വരും എന്ന് എനിക്ക് ഡോക്ടർ പറഞ്ഞു. സാറേ പെട്ടെന്ന് 5 ലക്ഷം രൂപ എടുക്കാൻ നമ്മൾ അത്ര ധനം ഉള്ള ഒരാളല്ലല്ലോ ഞാൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞാനും പകച്ച് നിന്നുപോയി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയിൽ ഞാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന 12 വർഷത്തോളം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന എനിക്ക് ഈ മുഴുവൻ പൈസയും എനിക്ക് ESI വഴി കിട്ടി. നമ്മൾ അടയ്ക്കുന്നത് ഇപ്പം 10,000 കിട്ടുന്ന ആളുടെ അടുത്ത് നിന്ന് 75 രൂപ നമ്മൾ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അടയ്ക്കുന്നത് അനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ 1 or 2 or 3 അതൊന്നുമല്ല മാറ്റർ. ഇപ്പോൾ 10 പേര് അടങ്ങുന്ന ഫാമിലി ആണെങ്കിലും ദേ ഓൾ ആർ ഗെറ്റിംഗ് ഇൻഷുറൻസ്. അല്ല നമുക്ക് കൂടെ കെട്ടോളം മാപ്പിള ഒരു കൊച്ചുണ്ടെങ്കിൽ അവർക്ക് കിട്ടും. അപ്പോൾ ഫാമിലി ദ ബിഗ്ഗസ്റ്റ് ഫാമിലി ആണെങ്കിലും സ്മോളർ ഫാമിലി ആണെങ്കിലും അവിടെ വേറൊരു കോൺസെപ്റ്റ് ഇല്ല, ഈക്വലൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഇപ്പോൾ പറഞ്ഞ വണ്ണം ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് അങ്കമാലി തന്നെ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേണം പോകാൻ പാതാളത്ത് പോകണം. അപ്പം ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയപ്പോൾ ഞാൻ ഓർക്കാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ESIയുടെ ഫോം സൈൻ ചെയ്യണം, PFൻ്റെ ഫോം സൈൻ ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു എന്നാത്തിനാണ് ESIയുടെ ഫോം സൈൻ ചെയ്യണം. അപ്പോൾ എൻ്റെ പപ്പ കൊച്ചിൻ പോർട്ടിൽ ജോലിയുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് കൊച്ചിൻ പോർട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ട്രീറ്റ്മെൻറ്റാണ്. എന്ത് സംഭവം ഉണ്ടെങ്കിലും പനി വന്നാലും എന്ത് വന്നാലും നമ്മൾ കൊച്ചിൻ പോർട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യം നോക്കണ്ട, ഏത് വലിയ അസുഖം വന്നാലും അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്കിതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അല്ല നമ്മുടെ കമ്പനി റൂൾ അനുസരിച്ച് ഇതെല്ലാം ചെയ്തേ പറ്റൂ പറഞ്ഞു. അപ്പോൾ നമ്മളിതങ്ങനെ ഫ്രീക്വൻ്റ്ലി നമ്മുടെ സാലറി ഇതനുസരിച്ച് അന്ന് എടുക്കുന്ന പെർസെൻറ്റേജ് കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ ആ കമ്പനിയിൽ നിന്ന് വിട്ടപ്പോൾ എനിക്ക് കിട്ടിയ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ESI ഇനി അടുത്ത ഓഫീസിലേക്ക് പോകുമ്പോൾ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകും. അല്ലാത്ത പക്ഷം നമുക്ക് ആ ഫണ്ട് റീഫണ്ട് ചെയ്ത് തരുമെന്ന് പറയും. അപ്പം നമ്മൾ റീഫണ്ട് എടുക്കാൻ പോയില്ല. അടുത്ത കമ്പനിയിലേക്ക് പോയപ്പോൾ ഈ സെയിം നമ്പർ വെച്ച് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും. ഇപ്പം നമ്മൾ ആ കാശ് അവിടെ നിന്ന് എടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ, പക്ഷെ അതിന് ശേഷം അതിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അതുമല്ല അസുഖങ്ങളായിട്ടൊക്കെ അതിൻ്റെ ഇതിൽ പോയിട്ടില്ല, അത് വേറെ കാര്യം. നമുക്ക് അങ്കമാലി നഗരസഭയ്ക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഒരു പൊന്തൂവൽ എന്ന് വേണം പറയാനായിട്ട്. കാരണം നമുക്ക് അങ്കമാലി നഗരസഭയ്ക്ക് മാത്രമാണ് ഇങ്ങനെയുള്ളൊരു സൗഭാഗ്യം കൈവന്നിട്ടുള്ളത്. കേരളത്തിൽ മറ്റെവിടെയും ഒരു നഗരസഭയ്ക്കോ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഹരിതകർമ്മ സേനയ്ക്കോ ഇങ്ങനെ ഒരു സൗഭാഗ്യം കൈവന്നിട്ടില്ല. ഇപ്പം മുൻപ് സംസാരിച്ച റോസൽ ചേച്ചി ഉൾപ്പെടെ ഇതിൻ്റെ PR ആയിട്ടുള്ള സണ്ണി സാർ ഉൾപ്പെടെയുള്ളവരെ സംസാരിച്ച് നമ്മുടെ ESIയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സാധാരണക്കാരെ നമ്മൾ ഓരോരുത്തർക്കും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്കറിയുന്നത് നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. കാരണം അതിന് ചിലവാക്കേണ്ടി വരുന്ന ചെറിയൊരു പനി വന്നാൽ പോലും ചിലവാക്കേണ്ടി വരുന്ന തുക വളരെ വലുതാണ്. HS ഉൾപ്പെടെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇന്നേ വരെ നഗരസഭ ചെയ്തതിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടെൻഷൻ അടിക്കുന്നത് നമ്മളുടെ മരുന്നും ചികിത്സാ ചെലവാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ എപ്പോഴും ടെൻഷനാണ് ഇടുന്നത്. അപ്പൊ ഈ ഇരിക്കുന്ന 42 പേരുടെ കാര്യം മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളും ഇത് വരികയായിട്ട് ആ ഒരു ടെൻഷനിൽ നിന്ന് നമ്മൾ ഒഴിവാകാണ്. അപ്പൊ അതാണ് ഏറ്റവും മഹത്തരം. കാരണം ഏറ്റവും ചെലവ് വന്ന കാര്യമാണ് ഈ 2 വിഷയങ്ങൾ. അപ്പൊ അത് നമ്മൾക്ക് നടപ്പിലാക്കാൻ പറ്റിയത് നമ്മളുടെ PRO സണ്ണി സാറ് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് തുടക്കം കുറിച്ച് ജസ്റ്റിന് വഴിയായിട്ടും ചെയ്യും. അതുകൊണ്ട് സെക്രട്ടറി എല്ലാവരും, ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരും അതിനകത്ത് ഒപ്പം നിന്ന് പെട്ടെന്ന് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ സംഭവം തന്നെയാണ്.
നമ്മുടെ പ്രകാശ് സെക്രട്ടറിയ HI ഇവിടെ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആദ്യം 20 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 42 അംഗങ്ങളായി വർദ്ധിച്ച് 10 സ്വയം തൊഴിൽ സംരംഭ ഗ്രൂപ്പുകളായി കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഏറ്റവും നല്ല മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. HI പറഞ്ഞു, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം, എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മേൽനോട്ടം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യമായി കേരളത്തിൽ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുന്ന നഗരസഭ. ഇപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അവരുടെ ആരോഗ്യ പരിരക്ഷയെ കരുതി ESI കാർഡ് വിതരണവും കുടുംബങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഒരു അസുഖം വന്നാൽ താഴത്തേക്ക് പോകാതെ അവരെ മേൽപോട്ട് തന്നെ നിലനിർത്തുവാനും ഒക്കെയായിട്ട് നഗരസഭ നടപ്പിലാക്കുന്ന ESI കാർഡ് വിതരണം എല്ലാം നമ്മുടെ പ്രകാശ് സെക്രട്ടറിയ HIയുടെ കയ്യിൽ ഭദ്രമാണ്. നമുക്കൊരു നല്ലൊരു കൈയടി തന്നെ നമുക്ക് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ഗൗരവമായി കണ്ട് അതിനകത്ത് ഒരു ലാഭേച്ഛയും കൂടാതെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അഭിനന്ദനങ്ങൾ. മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883.
9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.